മക്കളെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. പുലിമുരുകൻ 100 കോടിയാണോ, പുലിമുരുകൻ 100 കോടി അല്ലേ, പുലിമുരുകന്റെ 100 കോടി തള്ളാണോ? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ എടുത്തു നോക്കി ഉപയോഗിച്ച് ഞാൻ 2016 ബാക്ക് ചെയ്ത് പോയോ എന്നുള്ളത്, വല്ല ടൈം ട്രാവൽ ചെയ്തോ എന്നുള്ളത് ഞാൻ വിചാരിച്ചു. എന്താണ് ഈ 100 കോടിക്ക് ഇത്ര വലിയ അടി? ഓൾറെഡി സിനിമയിൽ 100 കോടി പറഞ്ഞ അടിയാണ്. ഇതിനൊക്കെ തുടക്കമിട്ടത് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് 2016 നമ്മളെ പുലിമുരുകനാണല്ലോ. മുരുക ജിത്തു ഭായ്, ഓർമ്മ ഉണ്ടോ പുലിമുരുകന്റെ വൈബ്? എനിക്ക് അതൊന്നുമല്ല ഓർമ്മ. കാട്ടിലുള്ള പുലി നാട്ടിലിറങ്ങണ ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇവിടെ പുലിമുരുകൻ 100 അടിച്ചോ 200 അടിച്ചോ. ജിത്തുഭായ് ഗോസ്റ്റ് മോഡാണെന്ന്. ജിത്തുഭായുടെ ശബ്ദം മാത്രമാവും നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് ഗോസ്റ്റ് ആണ് ജിത്തുഭായ്. അപ്പോ പുലിമുരുകന്റെ 100 കോടി നമ്മളെല്ലാരും കണ്ടതാണ്. 2016 നോട്ട് നിരോധനത്തിന്റെ സമയത്ത് നോട്ട് മാറ്റി കിട്ടാൻ ഇത്ര പാടുണ്ടായിരുന്നില്ല. പുലിമുരുകന്റെ ടിക്കറ്റ് കിട്ടാനായിരുന്നു ഏറ്റവും വലിയ പാട്. തിരക്കായിരുന്നു തിയേറ്റർ മൊത്തം. അങ്ങനെ പടം ഇറങ്ങി ഏകദേശം ഒരു മാസത്തിന്റെ ഉള്ളിൽ 100 കോടി അടിച്ചു അല്ലേ. ഓവർസീസ് പോലും വരാതെ കേരളത്തിലും ഇന്ത്യയിലും മാത്രം ഓടിയിട്ട് 100 കോടി അടിച്ചു പുലിമുരുകൻ എന്നാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പൊ ഈ ഒരു വിഷയം വിവാദത്തിൽ ചർച്ചയാവാൻ കാരണം എന്താ എന്ന് ഒരുപാട് ട്രോളും കാര്യങ്ങളും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഫേസ്ബുക്കില് പണ്ടത്തെ ആ സ്കീമില്ലേ, മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് അടി, അതിനിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നല്ല വേരോട്ടം ഉണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല മാർക്കറ്റുള്ള സാധനം. ഇപ്പോഴും ഞാൻ നോക്കുമ്പോ എന്താ പറയുക, മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞ് ചേരി തിരിഞ്ഞടിക്കാൻ ആളുകൾക്ക് ഇപ്പോഴും ഭയങ്കര താല്പര്യം. ഒരു ഉമ്മി വെച്ച് കെട്ടിപ്പിടിച്ച് രണ്ടാളും കൂടി ഇപ്പൊ ഒരു പടക്കം ചെയ്ത് ഒരു സെറ്റാണ്. എന്നാലും അടിക്കൊരു കുറവുമില്ല. അപ്പൊ എന്താണ് വിഷയം, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച വന്നത് എന്നുള്ളത് നമ്മളെല്ലാരും നോക്കിക്കഴിഞ്ഞാൽ 2016 ഇറങ്ങിയ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ ടോമിച്ചൻ മുളകുപാടമാണ്. ഓക്കെ, ആർക്കും തെറ്റാൻ പാടില്ല. അതെ, ഈ ഫോട്ടോ കാണുന്ന ഈ മനുഷ്യനാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. എന്നാൽ ടോമിൻ തച്ചങ്കരി അല്ല നമ്മളെ പഴയ പോലീസ്. ഓക്കെ, പോലീസ് വന്നിട്ട് മൂപ്പര് ജനം ടിവിക്ക് കൊടുത്തൊരു ബൈറ്റിൽ പറഞ്ഞു, പുലിമുരുകൻ എന്ന സിനിമ ചെയ്യാൻ ലോൺ എടുത്ത പൈസ പോലും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ആർക്ക്? ടോമിൻ മറ്റേ ഇയാൾക്ക് അല്ല. തച്ചങ്കിരി പറഞ്ഞു മുളകുപാടത്തിന് എന്ത് കിട്ടിയിട്ടില്ല, തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ 100 കോടി ക്ലബിൽ ആദ്യമായിട്ട് മലയാളത്തിൽ 100 കോടി അടിച്ച സിനിമയുടെ പ്രൊഡ്യൂസർക്ക് അത് ലാഭമായില്ല. അയാളുടെ ലോൺ ഇപ്പോഴും വീട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ആ 100 കോടി തള്ളാന്നല്ലേ ആളുകള്, അതല്ലേ ആളുകൾക്ക് കണക്ട് ആവുക. അപ്പൊ ഇപ്പോ നമ്മളെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ സുരേഷ് വന്നിരുന്ന് പറയുന്നത് സത്യമാണെന്നുള്ള കാര്യത്തിൽ രജിസ്റ്റർ ആവുക. പിന്നെ ലാലേട്ടനാണല്ലോ ആദ്യത്തെ 50 കോടിയും 100 കോടിയൊക്കെ. അപ്പൊ ഇത് തള്ളിലേക്കാണോ, മനസ്സിലായോ? എമ്പുരാനായിട്ടാണ് കണക്ട്. 50 കോടി ആദ്യത്തെ ലാലേട്ടന്, 100 കോടി ലാലേട്ടന്, ഈ 200 കോടിയും 300 കോടിയും ലാലേട്ടൻ കൊണ്ടുപോയി എൽട്ട് ഇറങ്ങിയാൽ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അത് പൊളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തള്ളു വരുന്നതിന് മുമ്പ് എന്നുള്ള ഒരു സ്കീം നിങ്ങൾ സംഗതി മൊത്തത്തിൽ മനസ്സിലാവണില്ലേ? പോണ പോക്ക് എങ്ങട്ടാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്കീം എനിക്ക് പേഴ്സണലി ഇതിൽ ഫീൽ ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസറിനെ നിങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇതില് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ജനം ടി വിയിൽ ഇങ്ങനെ കൊടുത്ത വീഡിയോ ബൈറ്റ്, അതായത് പുലിമുരുകൻ്റെത് മുതലായില്ല, ലോൺ തിരിച്ചടച്ചിട്ടില്ല ഇതുവരെ പ്രൊഡ്യൂസർ എന്നുള്ളതിന്റെ ബൈറ്റ് ഞാനിവിടെ വയ്ക്കാം. ഒരു പർട്ടിക്കുലർ പുലിമുരുകൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, ഞാനല്ല ഫൈനാൻസ് ചെയ്ത ആ പടം എത്ര ഹിറ്റായെന്നാ നിങ്ങളെല്ലാം പറഞ്ഞത്. അതിന് KFC എടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞ് പറയുന്ന പോലെ ഒന്നും അല്ലാന്ന്. പുള്ളി ഈ പ്രൊഡ്യൂസറുടെ കാര്യം ബുദ്ധിമുട്ടില്ല, എനിക്ക് പരിചയമുള്ള എൻ്റെ അടുത്ത നാട്ടുകാരനായിട്ടുള്ള, അപ്പം അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പം ഈ അദ്ദേഹം ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു പിക്ചർ, ഒരു ഫിഗറുണ്ട്, ഇത് വലിയ ലാഭമായിരുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷെ എൻ്റെ ഇന്ന് കടം മേടിച്ച് എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കാണിക്കുന്ന ഫിഗർ വ്യത്യാസം. അങ്ങനെയൊക്കെ വരുമോ ജിത്തുഭായ്? ഡോണ്ട് യു ഫീൽ ലൈക്ക് ദാറ്റ്? ഇത് റീസെന്റ് വന്ന ഇന്റർവ്യൂ കേട്ടോ. ടോമിൻ തച്ചങ്കരിന്റെ 2 ദിവസം മുമ്പ് വന്ന ഇന്റർവ്യൂ ആണ്. ടോമിച്ചൻ മുളകുപാടം ശരിയാണ്, ആ സമയത്ത് ചാനലും വീഡിയോയിലൊക്കെ 100 കോടിന്റെ കേക്ക് മുറിച്ചിട്ടുണ്ട്. ലാലേട്ടൻ എങ്ങാണ്ട് മറ്റേ മേജർ രവിന്റെ സെറ്റിൽ നിന്ന് 100 കോടിന്റെ കേക്ക് മുറിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഫാൻസ് എല്ലാ യൂണിറ്റും, കുണ്ടറ യൂണിറ്റ് അടക്കം എന്ത് മുറിച്ചിട്ടുണ്ട്, കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. ക്രിസ്മസിന് പോലും കേരളത്തിൽ അത്ര കേക്ക് മുറിച്ചില്ല. അത്രയും കേക്ക് പുലിമുരുകന് കേരളത്തിൽ മുറിച്ച് കളിയിട്ട് തന്നെയാണ് രാമലീലൊക്കെ ചെയ്തത്. കൊറേ പടം ചെയ്തിട്ടുണ്ട് അങ്ങേര്. പോക്കിരി രാജങ്ങളാണത് മെയിൻ സാധനം. മൂപ്പരിനെ വേറെ ഇന്റർവ്യൂ പറയുന്നുണ്ട് കേട്ടോ, അത് നഷ്ടാന്ന്. പോക്കിരി രാജ
കൊള്ളാല പരിപാടി. ആ അപ്പൊ അത് ഹിറ്റാണുള്ള പടം. അത് ഹിറ്റല്ലേ, അതല്ലേ പറഞ്ഞേ. ആ ബൈറ്റ് ഞാൻ കൊടുക്കണ്ടെന്ന് വെച്ചാ ആ പി സി അവിടെ വെക്കാം. ടോമേട്ടാ നമുക്ക് തന്നെ വേണല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ബാക്ക് ടു പുലിമുരുകൻ വൈബ്. ഏതാ മൂടല്ലേ, രാത്രി തന്നെ പുലിമൂട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ ആകെ വിവാദം കത്തി. 100 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ച വരെ, ഏഷ്യാനെറ്റ് ഒക്കെ മണിക്കൂറോളം ചാനൽ ചർച്ച നടത്തിയ വിഷയമായിരുന്നു. ഏഷ്യാനെറ്റിനൊക്കെ ഇപ്പൊ കാര്യപ്പെട്ട ചർച്ച അല്ലേ ഈ 100 കോടി അന്ന് 2016 ഞാൻ നോക്കുമ്പോഴേ കാര്യപ്പെട്ട അന്തിച്ചർച്ചയാണ് ഇതില്. അന്ന് ഒന്നാമത് എന്താ വെച്ചാൽ 100 കോടി വേറെ നമ്മള് കേട്ടില്ലല്ലോ മലയാളത്തിൽ. അതെ, അപ്പൊ അത് കിട്ടിയതിന്റെ ഒരു എന്താണെങ്കിലും അതൊക്കെ നടന്നു. എന്താണ് തള്ളാണ് എന്നുള്ള ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഞാൻ ഇതിന്റെ ബാക്ക് സ്റ്റോറീസ് അടിച്ചു നോക്കിയപ്പോ ഇപ്പത്തെ നമ്മളുടെ വിവാദ നായകനായ പ്രൊഡ്യൂസർ അസോസിയേഷൻ മിസ്റ്റർ സുരേഷ്, ഇതിന് മുമ്പ് മൂപ്പര് കൗമുദി ടിവിയിൽ ഒരു സാധനം പറഞ്ഞിരുന്നു. 100 കോടി കളക്ഷൻ ലഭിച്ച പുലിമുരുകന്റെ നിർമ്മാതാവിന് ലഭിച്ച ലാഭം ഇത്രയാണ്. ഓക്കെ, അപ്പൊ ജി സുരേഷ് കുമാർ അന്ന് പറഞ്ഞ ലാഭം എത്രയാണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടാലോ. ജയന്തി ഒരു കാര്യം മനസ്സിലാക്കാം, 100 കോടി ഗ്രോസ് ആണ്. എല്ലാവരുടെയും ഗ്രോസ് ആണ്. അതിൽ നിന്ന് 25% അതിൻ്റെ ടാക്സ്, ഇപ്പോൾ GST 18%, 7% എൻ്റർടൈൻമെൻറ്റ് ടാക്സും പോയി കഴിഞ്ഞാൽ അതും 25% വരും. അത് പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 കോടിയിൽ 75 കോടിയാണ്. ഈ 75 കോടിയുടെ 50% തിയേറ്ററുകാർക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, 37.5 കോടി. ഈ 37.5 കോടി രൂപയായിരിക്കും ഒരു പടത്തിന് കിട്ടുന്നത്, വലിയ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്ന പടത്തിന്. പറയുന്ന 100 കോടി ക്ലബ്ബിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും 100 കോടി ക്ലബ്ബിൽ പോയെന്നുള്ളത്. ഇപ്പം പുലിമുരുകൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറെടുത്ത് ചോദിച്ചറിയാം എത്ര രൂപ ലാഭം കിട്ടിയെന്ന്. അങ്ങേർക്ക് 27 കോടി രൂപയോളം, 27 കോടിക്കും 30 കോടിക്കും ഇടയ്ക്കായി കോസ്റ്റ് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് കളക്ട് ചെയ്ത ഈ പറയുന്ന എമൗണ്ടാണ്. അപ്പോൾ കിട്ടിയത് എത്ര, ഒരു 7 കോടി രൂപ 10 കോടി രൂപയ്ക്കകത്ത് കിട്ടിക്കാണ് ലാഭം. അതായിരിക്കും കിട്ടുന്നത് ഈ പറഞ്ഞ 100 കോടി എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങേരുടെ വേർഷൻ വെച്ചിട്ട് ഈ ആയിരിക്കും മുളക് പാടത്തിന്, ടോമിച്ച മുളക് പാടത്തിന് ഒരു 10 കോടി കിട്ടിക്കാണും അല്ലേ, അതാണ് പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടി അപ്പൊ കട എടുത്തതും പലിശയും അതും ഇതും എല്ലാം കൂടി കൂട്ടിയും കഴിച്ചു നോക്കിയാലും ലോൺ അടച്ചു തീർക്കാനുള്ള പൈസ കിട്ടിക്കാണും അല്ലേ. 7 കോടി ലാഭല്ലേ? 7 കോടി, 7-10 കോടി ലാഭം, 30 കോടി ചെലവായി എന്നാ പറയുന്നത്. 7 കോടി ലാഭം എന്നും പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും ലോൺ എടുത്ത പൈസ അടച്ചു വീട്ടാനുള്ള എന്ത് കിട്ടിക്കാണും, സാധനം കിട്ടി മിച്ചം വന്ന് കാണും. എന്താണെങ്കിലും ടോമിച്ച മുളക് പാടം ഈ സംഗതി കത്തിയപ്പോ മൂപ്പരൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. പുലിമുരുകൻ വിജയ ചിത്രം, എന്നിട്ടും സിനിമയെ ചിലർ ടാർഗറ്റ് ചെയ്യുന്നു. 2016 ഇറങ്ങിയ സിനിമ ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുരുകന്റെ തട്ട് താന്ന് അല്ലേ അല്ലേ? അതെ, അടുത്ത വല്ല സിംഹം ഇറങ്ങിണ്ടാവും. അല്ല പിന്നെ ഇനി അടുത്ത വല്ല സിംഹമുരുകനും ഇറക്കണ്ട് ഇതിനെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ. സംഗതി അന്ന് ഭയങ്കര അത്രയും ഭയങ്കര ഹിറ്റ് ആയത്. അല്ല സംഗതി ഹിറ്റാണ്, അത് ഞാൻ ഉറപ്പ് പറയാം. കാരണം തിയേറ്ററിൽ അപ്പോഴും പോയൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പടം നല്ല പടം ചെറിയ പടം, ഏതാ പടം, എജാതി പടം. പീറ്റർ ഹൈന്റെ ഫൈറ്റും നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലേ. അമ്മ സാധനം നല്ല സ്റ്റോറി, ഗ്രാഫിക്സോ. ഇന്നിപ്പോ ആദിപുരുഷൊക്കെ കോടികൾ എടുത്ത് പൊട്ടിക്കുന്ന അന്ന് ഇത്രയും പൈസക്കാണ് എന്ത് മൂപ്പര് വൈശാഖി ഈ സാധനത്തിൽ ഗ്രാഫിക്സ് അടിച്ച് സെറ്റ് ആക്കിയത്. പുലിയൊക്കെ എന്തെന്നല്ലേ. അങ്ങനെ വരുമ്പോഴാണ് മൃഗയിലൊക്കെ നമുക്ക് വേണ്ട ഡമ്മി പുലിനെ മറ്റേ ടോയ് കടയിൽ കിട്ടുന്ന പുലിനെ വെച്ചിട്ട് കസർത്ത് കാണിക്കുന്ന പരിപാടിയല്ലേ. എന്നാലും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല ആ കാലത്ത്. നമ്മൾ ഗംഭീരായി. അപ്പൊ നമ്മള് ടോമിച്ചൻ മുളക് പാടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോയാലോ? സംഗതി മൂപ്പർക്ക് കൊണ്ടു. നിങ്ങൾ മലയാളം വായിക്കണോ ഞാൻ വായിക്കണോ? ഏത് നമ്മളുടെ മലയാളം വായനയാണ് നാട്ടിൽ സഹിക്കേണ്ടത്? ടോമിച്ചൻ മുളക് പാടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു നിർമ്മാതാവ് എന്ന നിലയിലുള്ള എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടി തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നും ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളും. എന്നാൽ ആ ചിത്രത്തെ ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ട് ചിലർ രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിലവർ പറയുന്ന ഓരോ കാര്യവും വസ്തുതാവിരുദ്ധമാണ്. പ്ലാൻ ചെയ്ത ബഡ്ജറ്റിലും സമയത്തിലും കൂടുതൽ ചിലവായ ചിത്രമായിരുന്നു എങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്ന് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ 2 കോടി രൂപയുടെ ലോൺ എടുത്തത്. ആ ലോൺ പൂർണ്ണമായും 2016 ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. 3 കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത്.
അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടിത്തന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചു. പുലിമുരുകൻ നേടിയ വിജയം വലിയ പങ്കുണ്ട്. 9 വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെറും 3 ആഴ്ചയിൽ താഴെ സമയം കൊണ്ട് 100 കോടി രൂപ, അതായത് ഓവർസീസ് ഇല്ല കേട്ടോ, മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങളും അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളുകയും എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. മികച്ച ചിത്രങ്ങളുമായി ഇനിയും മുളകുപാടം ഫിലിംസ് നിങ്ങൾക്ക് മുന്നിലെത്തും. എത്തണം അല്ലേ? മുളകുപാടത്തിൽ ഇനിയും മുളക് കൃഷി നടത്തണം, ഇനി ഞങ്ങളെ മുന്നിലെത്തണം. അപ്പോൾ ഇതാണ് ടോമിച്ചൻ മുളകുപാടത്തിന് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാനുള്ളത്. അങ്ങനെ കാശ് ഫുള്ള് അടച്ചിട്ടുണ്ട്. അപ്പൊ ടോമിൻ തച്ചങ്കിരി വന്ന് തള്ളിവിട്ടതാണെന്നാണ് ആര് പറയുന്നത്? ടോമിച്ചൻ മുളകുപാടം പറയുന്നത്. എന്നാൽ ടോമിച്ചൻ മുളകുപാടത്തിനോട് 2 ചോദ്യം. ഓക്കെ, ശ്രീമാൻ ടോമിച്ചൻ മുളകുപാടം ഒരു പോസ്റ്റ് കണ്ടു. അതിന്റെ ബ്ലണ്ടർ ആദ്യം തന്നെ പറയാം. 3 കോടി ടാക്സ് എങ്കിൽ ഇതിൽ അടയ്ക്കണമെങ്കിൽ ആ പടം എനിക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കി തന്നു എന്നാണ് ആരെഴുതിയിട്ടുള്ളത്? മുളകുപാടം എഴുതിയിട്ടുള്ളത്. 2016 ഇൻകം ടാക്സ് എന്റർടൈൻമെന്റ് ടാക്സ് 30%, 2016 കമ്പനി ടാക്സ് 29% പ്ലസ് സർചാർജസ്. ഓക്കെ, ഏത് ടാക്സ് ക്രൈറ്റീരിയ എടുത്താൽ പോലും 3 കോടി 30% അടച്ചു എങ്കിൽ താങ്കൾ ആകെ കിട്ടിയ ലാഭം 10 കോടി മാത്രമായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കേരളത്തിൽ നിന്ന് മാത്രമാണ് 80 മുതൽ 90 കോടി വരെ ഗ്രോസ് കിട്ടി എന്ന് പ്രമുഖ ട്രാക്കേഴ്സ് അവകാശപ്പെടുന്ന പടത്തിന്റെ കേരള തിയേറ്റർ ടാക്സ് തിയേറ്ററിൽ നിന്ന് തന്നെ കട്ടായി എന്ന് തന്നെ കരുതുക. എങ്കിൽ പോലും കേരള തിയേറ്റർ റൈറ്റ് പ്ലസ് ROI തിയേറ്റർ റൈറ്റ്സ് ഷെയർ പ്ലസ് ഓവർസീസ് തിയേറ്റർ പ്ലസ് സാറ്റലൈറ്റ് റൈറ്റ്സ് പ്ലസ് ഡിജിറ്റൽ റൈറ്റ്സിനുള്ള ടാക്സ് താങ്കൾ പോക്കറ്റിൽ നിന്ന് തന്നെ പോകണം. 8 കോടിക്ക് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തു എന്ന് അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പടത്തിന്റെ മറ്റ് റൈറ്റ്സ് വഴി ആകെ കിട്ടിയത് അപ്പോൾ വെറും 2 കോടി മാത്രമായിരുന്നു. അപ്പോൾ ഇതിന് അന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് നടന്നു എന്ന ഒന്നാമത്തെ തള്ളുപൊളിയും. അതല്ല, ഏറ്റവും വലിയ ബിസിനസ് നടന്നിട്ടും ആകെ അടച്ചത് 3 കോടി എങ്കിൽ താങ്കൾ ടാക്സ് വെട്ടിച്ചു എന്ന് സാരം. ഓവർസീസ് ROI ഗ്രോസ് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അതിന് അന്ന് ഉള്ള ഓവർസീസ് ROI ഗ്രോസ് അടക്കം ബ്ലണ്ടർ ആണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനൊപ്പം സ്വന്തം കുഴി സ്വയം തോണ്ടിയ പോലെയായല്ലോ മിസ്റ്റർ ടോമിച്ച. പ്രൊഡ്യൂസർ അസോസിയേഷൻ ഓരോ മാസത്തെ കേരള ഷെയർ പുറത്തുവിടുന്ന മുന്നേ പഴയ ഓടിത്തീർന്ന ഇതേപോലെ കളക്ഷൻ തള്ളിയ പടത്തിന്റെ KL ഷെയർ ആണ് പുറത്തുവിടേണ്ടത്. എങ്ങനെ ഇരിക്കുന്നു? പഴയ പോലല്ലോ നാട്ടുകാര് പറഞ്ഞാലേ കണക്ക് സഹിതാണ് നാട്ടുകാർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗതി ഞാൻ പറഞ്ഞുതരാം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഒരു 2.5 കോടി രൂപ ലാഭം കിട്ടി. ആർക്കും ഒരു പ്രശ്നം വേണ്ട. ടോമിച്ച മുളകുപാടത്തിന് 2.5 കോടി രൂപ കിട്ടിയിട്ടുണ്ടാവും. മൂപ്പര് ആ 2.5 കോടി വെച്ചിട്ട് മൂപ്പര് ഹാപ്പി ആയിട്ട് അടുത്ത പടം. ബേസിക്കലി എനിക്കിപ്പോൾ ഇത്രയും നടക്കുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ തല്ലുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നടന്മാരാണെങ്കിലും പ്രൊഡ്യൂസർമാരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് അടുത്തൊരു 10 പ്രൊജക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇപ്പോഴുള്ള പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആണ് എന്നുള്ളത് നമ്മൾ നാട്ടുകാരെ കാണിക്കുക എന്നുള്ളൊരു ഗിമിക്ക് PR ഇതുവരെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ നമ്മളെ ഭരിക്കുന്ന പാർട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ ടേണ് കഴിയാൻ നേരത്തും അവരുടെ ഭരണം അവസാനിക്കാൻ നേരത്തും അവരുടെ ഭരണം അടിപൊളിയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ മുന്നിൽ തള്ളി വെക്കാറില്ലേ? അതേ പരിപാടി, വേറൊന്നുമല്ല. സിനിമ ഇറങ്ങി 2ാമത്തെ ദിവസം സക്സസ്ഫുൾ ആറിന് കേക്ക് മുറിക്കും. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 കോടി എത്തും, 50 കോടി എത്തും. ഒരു മാസം കഴിഞ്ഞാൽ 100 എത്തും, പിന്നെ 150 എത്തും. ഇതാണ് സ്കീം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ആ നടന് അടുത്തൊരു പടത്തിന് റെമ്യൂണറേഷൻ കൂട്ടി ചോദിക്കാൻ പറ്റൂ, ആ സിനിമയുടെ ഡയറക്ടർക്ക് അടുത്ത പടത്തിന് റെമ്യൂണറേഷൻ കൂട്ടി ചോദിക്കാൻ പറ്റൂ, ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെ ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും. ഇവരുടെ മുന്നത്തെ പടം സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് പൈസ കൊടുക്കാൻ, ബാക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫിനാൻസ് ചെയ്യാൻ ആളുകൾ കാണും. പലരുടെ കയ്യിൽ നിന്ന് 1 കോടി 2 കോടി 3 കോടിയും മേടിച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ്റെ ബാനറിൽ 10 കോടി 20 കോടിക്ക് ഒരു സിനിമ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം? ആ പ്രൊഡക്ഷൻ ഹൗസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ തള്ളുകൾ നിലനിന്നാലേ ഇവർക്ക് നാളെ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ പറ്റും. റിയാലിറ്റി നമുക്കറിയാം. ഫോർ മീ പുലിമുരുകൻ ഇസ് എ ഹിറ്റ് മൂവി അല്ലേ?
അതിന്നിപ്പോ മോഹൻലാലിന് എത്ര കിട്ടി, മുളകുപാടത്തിന് എത്ര കിട്ടിയെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പടം കണ്ടപ്പോ എന്ത് കിട്ടിയെന്നുള്ളതാണ് നമുക്ക് ആ പടം കണ്ടപ്പോ നമ്മൾ ഇപ്പൊ റിലീസ് ചെയ്താലും പുലിമുരുക ഓടും. മുരുക അല്ലേ ഇപ്പോഴും ഓടും പടം. പാട്ട് വേൽമുരുകാരോ എന്നോട് വൈലായി പോയത് ഉറക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി കൂടുതൽ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാ മൂപ്പര് അതെ ഇനി മോശമാവും. ചിലപ്പോ മൂപ്പര് മറ്റേ പാട്ടുണ്ടല്ലോ ഏതാ, അതെ നോക്കോ നിറത്തിലെ പാട്ട് ചിലപ്പോ 6 നമ്പരല്ലെന്നൊക്കെ പറഞ്ഞ ആള് ഇയാള് പറയാൻ പറ്റൂല. അപ്പോൾ ഓക്കെ ഗൈസ്, പുലിമുരുകൻ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുലിമുരുകൻ കോൺട്രവേഴ്സി ഞാൻ ഇപ്പോഴും പറയുന്നു, ദിസ് എവ്രിതിങ് ലീഡ്സ് ടു ഓൺലി വൺ ബിഗ് നെയിം, എമ്പുരാൻ. അതിലേക്കാണ് ഇതൊക്കെ നീളുന്നത്. കാരണം ഇത്രയും വലിയ ലാലേട്ടൻ്റെ സിനിമ വരികയാണ്. ഇവിടെ ഇനി സിനിമയിൽ എന്ത് കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും നേരെ ഷൂട്ട് ചെയ്യുന്ന ലാലേട്ടനിലേക്കും എമ്പുരാനിലേക്കും പോകും. അതിലായിരിക്കും ആ പോയിന്റ് ചെയ്ത്. കാരണം എങ്ങനെ പോയാലും അതിൻ്റെ പ്രൊമോഷൻ എനിക്ക് കറങ്ങി തിരിഞ്ഞ സാധനങ്ങൾ എത്തും മക്കളെ. കാരണം അത്രയും ബഡ്ജറ്റിൽ വരുന്ന പടമാണ്. ഏത് രീതിയിലുള്ള പ്രൊമോഷനും ഇവിടെ നടക്കും, ഒരു വിഷയമുള്ള കാര്യമില്ല. കാരണം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 കൈ അല്ലേ, 2 കൈ നീട്ടി സ്വീകരിക്കും. ആഘോഷിച്ച് മെയിൻ നടന്മാരാവണമെന്നൊന്നുമില്ല, നല്ല സാധനമാണോ, റേഞ്ച് സാധനമാണോ നമ്മളല്ലേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ബൈ ദ വേ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ചെറിയ തള്ളു ജിത്തു ഭായ്, നമ്മളൊരു ബണ്ണ് കളിച്ചതിന്റെ ഒരു റിവെഞ്ച് തീർക്കാണ്ടായിരുന്നേ നാട്ടുകാരോട്. OTT സാധനം ഇറങ്ങിയപ്പോഴേ അതേ നമ്മുടെ പഴയ എനിക്ക് കുറെ തെറി കേട്ടൊരു കമന്റ് ബോക്സ് ഉണ്ടായിരുന്നു. അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കണേ, ഇപ്പൊ ആർക്കാ തെറി കേൾക്കണേന്നുള്ളത്. ചെറുതായിട്ടൊന്നും നമുക്ക് എന്നൊക്കെ എന്തായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞത്. ജെന്യൂനായിട്ട് നമ്മളൊരു കാര്യം പറയും. നമ്മൾ എവിടെയും മോശക്കാരനാക്കണമെന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ചെയ്യില്ല മക്കളെ. നമ്മളുള്ള കാര്യം പറയും. ഇപ്പൊ നാട്ടുകാർക്ക് കാര്യം മനസ്സിലാവുണ്ടല്ലേ, ഊക്കുവണ്ടി ആവുന്നുണ്ട്. അതെ, ഊക്കുവണ്ടി ആവുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ അതിന്റെ പുറകെ തന്നെ പോരുത്. മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കും പറയാലോ. അതെ, അല്ല നമ്മൾ ആരുടെ സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അതിനിവിടെ വേറെ പലരും ഉണ്ടല്ലോ. ഓക്കെ ബൈ.